ആത്മാർത്ഥതയോടെ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സായാഹ്ന നമസ്കാരം. ഭാരതീയ ജനത യുവമോർച്ച ഇന്ന് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ കാരണം നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഭാരതത്തെ സ്നേഹിക്കുന്ന ദേശസ്നേഹികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇന്ന് നമ്മുടെ കാർഗിൽ വിജയദിനം ആഘോഷിക്കുകയാണ്. ഒപ്പം ഭാരതത്തിനായിട്ട് സേവനം ചെയ്ത് അവരുടെ ജീവത്യാഗം ചെയ്ത നമ്മുടെ ധീരദേശാഭിമാനികളായിട്ടുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള നമ്മുടെ പട്ടാളക്കാർ, അവർക്ക് പ്രണാമവും അർപ്പിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ യുവമോർച്ച രാജ്യത്താകമാനമായിട്ട് ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ ഇന്ന് വിജയ ദിവസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾക്കെല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തെ സൈനികർ അവർ ഏതൊരു സ്ഥലത്തും ഏതൊരു കടമ നിർവഹിക്കുമ്പോഴും അവർക്ക് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ സഹായിക്കുവാനും അവരുടെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുവാനും അവർ യുദ്ധമുഖത്ത് പോരാടുമ്പോൾ അവരോടൊപ്പം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ആദരണീയനായിട്ടുള്ള നമ്മുടെ മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാം. കാർഗിൽ ദിവസത്തെക്കുറിച്ച് പറയുവാൻ നമ്മുടെ കേണൽ ഡെന്നിസ് സാറുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ എല്ലാവരും കണ്ടതാണ്, പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ അവർ രാജ്യത്ത് എപ്പോഴും തന്നെ വിഘടനവാദ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുദാഹരണമായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്ന ജമ്മു ആൻഡ് കാശ്മീർ. ആ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ആർട്ടിക്കിൾ 370 35A അധികാരത്തിൽ ജമ്മു കാശ്മീരിൽ വിഘടനവാദ സംഘടനകൾ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടുവന്നിരിക്കുന്ന കാലഘട്ടമായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് 2014 ഭാരതത്തിലെ 140 കോടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി ലോകനായിട്ടുള്ള ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നമുക്ക് ലഭിച്ചത്. അതിനുശേഷമാണ് പാകിസ്ഥാൻ നമ്മുടെ ഉറങ്ങിക്കിടന്ന ജവാന്മാരെ പുൽവാമയിലും ഒപ്പം തന്നെ നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ജമ്മു കാശ്മീർ ഉൾപ്പെടെ അവരെ ഈ പറയുന്ന തീവ്രവാദ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തുക എന്ന ശ്രമത്തോടുകൂടി വരികയുണ്ടായി. എന്നാൽ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ജവാന്മാർ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അഭിനന്ദൻ വർദ്ധമാൻ MiG-21 എന്ന് പറയുന്ന യുദ്ധവിമാനത്തിൽ അമേരിക്കയുടെ അത്യാധുനിക വിമാനമായിട്ടുള്ള പാകിസ്ഥാനികളായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന F-60 എന്ന് പറയുന്ന യുദ്ധവിമാനത്തെ തുരത്തി ഓട്ടിക്കുകയും നമ്മുടെ അതിർത്തിക്കപ്പുറം പാകിസ്ഥാൻ അകപ്പെടുകയും ചെയ്തു. അന്ന് ഈ രാജ്യത്തിലെ 140 കോടി ജനങ്ങൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനം എന്താണെന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഭിനന്ദൻ വർദ്ധമൻ എന്ന് പറയുന്ന വ്യോമയാനിയെ, ഭാരതത്തിന്റെ സൈനികനെ 24 മണിക്കൂറിനുള്ളിൽ വെട്ടുകല്ലിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ രാജ്യത്തേക്ക് അയച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ പിന്നെ ഉണ്ടാകില്ല എന്ന് പറയുകയുണ്ടായി. അതിനെ തുടർന്ന് 24 മണിക്കൂറിനുള്ളിൽ ഭാരതത്തിലെ ജനങ്ങളെയും ലോകത്തിന്റെ ജനങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ അഭിനന്ദൻ വർദ്ധമാൻ നമ്മുടെ രാജ്യത്ത് എത്തുന്ന കാഴ്ച കണ്ടു. അത് നമ്മുടെ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾക്ക്, നമ്മുടെ ജവാന്മാർക്ക് അവരുടെ പ്രവർത്തനത്തിൽ കൂടുതൽ ഉന്മേഷവും അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നമുണ്ടായാൽ അത് ചോദിക്കുവാനും അവർ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ അവരെ രക്ഷിച്ചു കൊണ്ടുവരാനും ഭാരതത്തിൽ ഒരു ഭരണകൂടമുണ്ടെന്ന് ലോക ജനതയെ കാണിച്ചു കൊടുത്ത നിമിഷമായിരുന്നു അത്. ഇന്ന് നമ്മളെല്ലാവരും തന്നെ വിജയ ദിവസം ആഘോഷിച്ചു വരികയാണ്. എന്നാൽ ഇവിടുത്തെ മറ്റ് സംഘടനകൾ, ചൈനയെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റും ഒപ്പം തന്നെ രാജ്യത്ത് അഴിമതി നടത്തുന്ന കോൺഗ്രസും ഇന്നേ ദിവസത്തെക്കുറിച്ച് ഓർക്കുന്നത് പോലുമില്ല എന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ ഖേദകരവും ദുഃഖകരമാണ്. ആ ഒരു വേളയിലാണ് നമ്മളെല്ലാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനായി പോരാടിയ ജവാന്മാർ, അവരെ ഒരു വട്ടം കൂടി സ്മരിച്ചുകൊണ്ട്
ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി BJPയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ BB ഗോപകുമാർ സാറിനെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യ അധ്യക്ഷൻ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രണവ് താമരക്കുളം, ഏറെ ബഹുമാനായ കേണൽ ജിന്നി സാറ്, യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ മനു പ്രസാദ്, യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ അഭിഷേക്, ശ്രീ ഗോപൻ, ജില്ലാ ഭാരവാഹികൾ, ബഹുമാനരായ യുവമോർച്ചയുടെ സഹപ്രവർത്തകർ, പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമതി ശശികല റാവു, ഏറെ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കൾ, കാർഗിൽ യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ദേശവ്യാപകമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് വിജയ് ദിവസം നമ്മൾ കൊണ്ടാടുകയാണ്. ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരവും ദൈർഘ്യവുമേറിയ ഒരു യുദ്ധം കാർഗിൽ യുദ്ധം. രാഷ്ട്രസുരക്ഷയ്ക്ക് യാതൊരുവിധമായ വിട്ടുവീഴ്ചയും ശ്രീ AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നില്ല. ഇന്ന് 2014-24 കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ ഗവൺമെന്റ്, BJPയുടെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് രാഷ്ട്ര സുരക്ഷയ്ക്കാണ്. ആ രാഷ്ട്ര സുരക്ഷയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ് രാജ്യത്തെമ്പാടും കാർഗിൽ യുദ്ധത്തിന്റെ നൂറ്റാണ്ട് തികയുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള വളരെ വിപുലമായ പരിപാടികൾ, സൈനികരെ ആദരിക്കാനുള്ള ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 99 മെയ് മാസം 3-ാം തീയതിയാണ് കാർഗിൽ യുദ്ധത്തിന്റെ ആദ്യ സൂചനകൾ പുറത്തുവരുന്നത്. ജൂലൈ 26-ാം തീയതി വരെ നീണ്ടുനിന്ന ഒരു യുദ്ധം. ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം എന്നും നമ്മുടെ രാജ്യത്ത് വിഭജനത്തിന്റെ കാലഘട്ടം മുതൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നൽകിയിട്ടുള്ളതാണ്. ഈ രാജ്യത്തിന്റെ വിഭജനം അത്തരത്തിൽ നടത്തേണ്ടിയിരുന്നോ എന്ന് ചിന്തിക്കുന്ന വലിയ സമൂഹം നമ്മുടെ 47 കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. മതത്തിന്റെ പേരിൽ ഒരു രാജ്യ വിഭജനം ഭാരതത്തിന്റെ ഐക്യത്തിന്, അഖണ്ഡതയ്ക്ക് അതെന്നും വെല്ലുവിളി ഉയർത്തും എന്ന് തന്നെയായിരുന്നു അന്ന് മഹാഭൂരിപക്ഷം വരുന്ന രാജ്യസ്നേഹികളൊക്കെ ചിന്തിച്ചിരുന്നത്. പക്ഷെ എന്തുമാകട്ടെ, രാജ്യവിഭജനം അനിവാര്യമായി മാറി. അതിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രം രൂപം കൊള്ളുന്നു. ഭാരതം ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കുന്നു. മതേതര രാഷ്ട്രമായി ഭാരതം നിലനിൽക്കുമ്പോൾ തന്നെ ഭാരതത്തിന്റെ ആദ്യ ഭരണകർത്താക്കൾ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ നിലപാടെടുക്കുകയും ജമ്മു കാശ്മീരിന് സ്വതന്ത്രമായ അധികാരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു പരിധിവരെ രാജ്യത്തിന്റെ ഭാഗമല്ല എന്നുള്ള കാഴ്ചപ്പാടിലേക്ക്, നിലപാടുകളിലേക്ക് ഗവൺമെന്റ് മാറുകയും ചെയ്തു. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രാഷ്ട്രസുരക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് ഭാരതീയ ജനത ആഗ്രഹിച്ചതുപോലെ ജമ്മു കാശ്മീരിനെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റി. പാകിസ്ഥാൻ രൂപീകൃതമാകുമ്പോൾ തന്നെ ജമ്മു കാശ്മീരിൽ വിഘടനവാദത്തിന്റെയും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വളരെ ആസൂത്രിതമായി പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധസമാനമായ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ശ്രീ AB വാജ്പേയിയുടെ ഗവൺമെന്റ് മുൻ നിലപാടുകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്ര സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പാകിസ്ഥാന്റെ താൽപര്യങ്ങളൊക്കെ സംരക്ഷിക്കുവാനുള്ള ചില നിലപാടുകളും എടുത്തിട്ടുള്ള വേദനാജനകമായ, ഖേദകരമായ അവസരവും ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് 1999 മെയ് മാസം 3-ാം തീയതി ആദ്യ റിപ്പോർട്ടുകൾ കാർഗിൽ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാകിസ്ഥാന്റെ സൈനികര് വേഷം മാറി തമ്പടിച്ചുകൊണ്ട് ഏതാണ്ട് 18,000 കിലോമീറ്റർ ഉയരത്തിലുള്ള കാർഗിൽ മലമുകളിൽ അവർ താവളമുറപ്പിച്ചുകൊണ്ട് വീണ്ടും ജമ്മു കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കി തീർക്കാം, അതിനുള്ള കൃത്യമായ ആസൂത്രണം നടത്തിക്കൊണ്ട്
വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി, അതിനപ്പുറം പാകിസ്ഥാന്റെ എക്കാലത്തെയും സ്വപ്നം കാശ്മീര് പിടിച്ചെടുക്കുക എന്ന സ്വപ്നം അത് സാക്ഷാത്കരിക്കുവാൻ വേണ്ടി പാക് സൈന്യം നടത്തിയിട്ടുള്ള നീക്കം. ഇതിന് തൊട്ട് മുമ്പ് 99 ഫെബ്രുവരി ആരാധനായ അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി AB വാജ്പേയി ലാഹോറിൽ വെച്ച് അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായിട്ട് ചർച്ച നടത്തി സമാധാന ഉടമ്പടിക്ക് വേണ്ടിയുള്ള പരിശ്രമം നടത്തി. മാധ്യമങ്ങളൊക്കെ അന്ന് വലിയ പരിഹാസം ഉണ്ടാക്കി. ഒരു സമാധാന ചർച്ചയ്ക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാകിസ്ഥാന്റെ മണ്ണിൽ ചെല്ലുന്നു. അന്ന് ശ്രീ AB വാജ്പേയിയുടെ ഗവൺമെന്റ് ആഗ്രഹിച്ചത് ഈ രാജ്യത്ത് ശാശ്വതമായ സമാധാനം ഉണ്ടാവണം. ആ ചർച്ച പാകിസ്ഥാന്റെ മണ്ണിലാണെങ്കിൽ അവിടെ വെച്ച് നടക്കട്ടെ. അന്ന് അവിടുത്തെ പ്രധാനമന്ത്രിയെ നവാസ് ഷെരീഫിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടത്തിയ ചർച്ച നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ചർച്ച നടക്കുമ്പോഴും നവാസ് ഷെരീഫിന്റെ മനസ്സിൽ അന്ന് ഇന്ത്യയെ ആക്രമിക്കണം, ജമ്മു കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കി തീർക്കണമെന്നുള്ള അന്നത്തെ സൈന്യാധിപൻ പിന്നീട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായ മുഷറഫ് എടുത്തിട്ടുള്ള തീരുമാനം, ആ ഓപ്പറേഷൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നവാസ് ഷെരീഫ് 99 ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ ആഴ്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുമായിട്ട് സമാധാന ചർച്ച നടത്തുന്നത്. ആ സമാധാന ചർച്ച കഴിഞ്ഞ് 2-3 മാസം കഴിയുന്നതിന് മുമ്പേ പാകിസ്ഥാൻ വൈദേശിക ശക്തികളുടെ ഇന്ത്യ എന്നും തകർക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് വളരെ ആസൂത്രിതമായി വളരെ പരിശീലനം ലഭിച്ച പാക് ചാരന്മാരായ സൈനികരെ കാർഗിൽ മലമുകളിൽ വിന്യസിക്കുന്നു. അവിടെ അന്നത്തെ ലക്ഷ്യം ശ്രീനഗർ ലേ റോഡ് അത് പൂർണ്ണമായും പാകിസ്ഥാന്റെ അധീനതയിലായി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ നിയന്ത്രണം കാശ്മീരിലാകും എന്ന് തന്നെയാണ് പാകിസ്ഥാന്റെ ഭരണകൂടവും പാകിസ്ഥാന്റെ പട്ടാള മേധാവി അടക്കമുള്ളവർ, മുഷറഫ് അടക്കമുള്ളവർ ആ രീതിയിലാണ് ചിന്തിച്ചത്. പക്ഷേ ഇന്ത്യൻ സൈനികർ, അതിനുമപ്പുറം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്നത്തെ BJPയുടെ ഗവൺമെന്റ് രാഷ്ട്രസുരക്ഷയ്ക്ക് എന്നും പ്രഥമ സ്ഥാനം കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനം എന്ത് വില കൊടുത്തും ഇന്ത്യയുടെ ആധിപത്യം കാശ്മീരിൽ ഉറപ്പിക്കുക, പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് സൈനികർക്ക് അതിനുവേണ്ട നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ നിർദ്ദേശം കൊടുക്കുമ്പോഴും വിശാലമായ ഒരു കാഴ്ചപ്പാട് ശ്രീ AB വാജ്പേയി കാണിച്ചിരുന്നു. ഒരിക്കലും പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് വ്യോമാക്രമണം പാടില്ല. ഒരു കാരണവശാലും നമ്മുടെ സൈനികർ നിശ്ചിത പരിധിക്കപ്പുറം, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറം പോയി പാക് സൈനികരുമായി ഏറ്റുമുട്ടാൻ പാടില്ല എന്ന വിശാല ചിന്താഗതി കാണിച്ചുകൊണ്ട് തന്നെയാണ് കാശ്മീരിനെ സംരക്ഷിക്കുവാൻ വേണ്ടി സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ദുർഘടമായ ഒരു യുദ്ധമുറ, ഏറ്റവും നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമുറയിലേക്ക് നമ്മുടെ സൈനികർക്ക് പോകേണ്ടി വന്നത്. കാർഗിലിന്റെ അവസ്ഥയെക്കുറിച്ച് കേണൽ എന്നിസർ പറയും. 18,000 കിലോമീറ്റർ ഉയർന്നു നിൽക്കുന്ന ഒരു ഭൂപ്രദേശം. മെയ് ജൂൺ മാസങ്ങളിൽ അവിടെ സൈനികർ തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ള സൈനിക മേധാവികൾ തന്നെ പറഞ്ഞിട്ടുള്ളത് -40 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില താഴുന്ന അവസ്ഥ കൊടും തണുപ്പിലേക്ക് മാറുന്നു. മാത്രമല്ല കാറ്റിന്റെ ഗതിയിൽ വരുന്ന മാറ്റം, ഇതടക്കം ഏറെ ബുദ്ധിമുട്ടുകൾ, ഏറെ പ്രയാസങ്ങൾ, ഏറെ പ്രതിസന്ധികൾ ഈ യുദ്ധസമയത്ത് നമ്മുടെ സൈനികർക്ക് അവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളെയും എല്ലാം, ആ ദുർഘടമായ മാർഗങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ നമ്മുടെ സൈനികർ നടത്തിയിട്ടുള്ള ധീരോദത്തമായ പോരാട്ടം കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് കൃത്യമായി പാകിസ്ഥാന്റെ എല്ലാ വൈദേശിക ശക്തികളുടെ സഹായത്തോടുകൂടി ഈ രാജ്യത്ത് യുദ്ധസമാനമായ അന്തരീക്ഷമുണ്ടാക്കാൻ ശ്രമിക്കുന്ന കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മറുപടി കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടുത്തിട്ടുള്ള തീരുമാനം ഇന്ത്യയുടെ ധീരന്മാരായ സൈനികർ കൃത്യമായും പാലിക്കപ്പെടുകയാണ് അവിടെ ചെയ്തത്. അതുകൊണ്ടാണ് ചരിത്രത്തിലെ ഭാരത ചരിത്രത്തിൽ ഏറ്റവും ദുർഘടവും നീണ്ടു നിൽക്കുന്നതുമായ യുദ്ധമെന്ന് കാർഗിൽ യുദ്ധത്തെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ യുദ്ധത്തിന് ശേഷം പ്രധാനമന്ത്രി സൈനിക മേധാവികളെ 3 സൈനിക മേധാവികളെയും വിളിച്ചു. അന്നുവരെ ഈ കാർഗിൽ യുദ്ധം നടക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയത്. ഇന്റലിജൻസിന്റെ പരാജയം, ആധുനിക യുദ്ധോപകരണങ്ങളില്ലാത്തതിന്റെ പ്രയാസം. 47 മുതൽ ഈ രാജ്യം ഭരിച്ചവർ രാജ്യ സുരക്ഷയ്ക്കു വേണ്ടി അത്തരം തീരുമാനങ്ങളോ നടപടികളോ എടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ AB വാജ്പേയിയുടെ ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്മാരെ
ഇത് സംബന്ധിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ഇത്തരത്തിലുള്ള പാകിസ്ഥാന്റെ ആക്രമണവും വൈദേശിക ആക്രമണവും ഉണ്ടാകുമ്പോൾ അത്തരം ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുവാൻ എന്തൊക്കെ നടപടികൾ ഉണ്ടാവണം, സൈന്യം സ്വീകരിക്കേണ്ട, ഗവൺമെന്റ് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 3 സൈനിക വിഭാഗങ്ങളെയും ഒരു സൈനിക മേധാവിയുടെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും സുപ്രധാനപ്പെട്ട തീരുമാനം. ഒപ്പം രാഷ്ട്ര സുരക്ഷയ്ക്ക് പ്രതിരോധ രംഗത്ത് വരുത്തിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ ആ ഗവൺമെന്റ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു. സൈനികർക്ക് ഏറ്റവും വലിയ ആദരവ് ലഭിച്ചിട്ടുള്ള ഒരു കാലഘട്ടം. പിന്നീട് വന്ന ഗവൺമെന്റ് അത് അതേപടി നടപ്പിലാക്കിയിട്ടുള്ളോ എന്ന് നമ്മളൊന്ന് പുനരാലോചിക്കേണ്ട സമയം കൂടിയാണ്. പിന്നീട് മാറ്റമുണ്ടാകുന്നത് എല്ലാ രംഗത്തും, ഭാരതത്തിന്റെ എല്ലാ രംഗത്തും, അത് സൈനിക രംഗത്തായിക്കോട്ടെ, രാഷ്ട്ര സുരക്ഷയുടെ കാര്യത്തിലാകട്ടെ, പ്രതിരോധ മേഖലയിലാകട്ടെ, ഈ രാജ്യത്തിന്റെ കാർഷിക വ്യവസായ നയങ്ങളിൽ വരുത്തിയിട്ടുള്ള വലിയ മാറ്റം 2014 മുതൽ 2024 വരെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സൈനികർക്ക് ഭാരതത്തിന്റെ മണ്ണിൽ എക്കാലത്തും ഉയർന്നിക്കെട്ടിൽ മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ജയ് ജവാൻ ജയ് കിസാൻ. ആ മുദ്രാവാക്യം പ്രാവർത്തികമാക്കിയത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ്. സൈനികർക്ക് വേണ്ട എല്ലാവിധമായ ആനുകൂല്യങ്ങളും, മൺറാങ്ക്, വൻ പെൻഷനടക്കം, അവിടെ പ്രതിരോധ രംഗത്ത് നിൽക്കുന്ന ഇന്ത്യൻ സൈനികരുടെ ആത്മവീര്യം ഉയർത്താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടുത്തിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അവരോടൊപ്പം നിൽക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയെയും നമ്മൾ കണ്ടു. പിന്നീട് ഇവിടെ സൂചിപ്പിച്ചു പ്രണവ്, വീണ്ടും പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാന്റെ മണ്ണിൽ കടന്നു ചെന്ന് തീവ്രവാദ ക്യാമ്പുകൾ ഇല്ലാതാക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടുത്തിട്ടുള്ള തീരുമാനം നടപ്പിലാക്കിയ ശൈലി ലോകരാജ്യങ്ങളെ വിസ്മരിപ്പിച്ചുകൊണ്ട്, അമ്പരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ആ സർജിക്കൽ ഓപ്പറേഷന് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഏറ്റവും സുരക്ഷിതമായി മാറിയെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ചൈനയെ പോലുള്ള വമ്പൻ രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ തക്ക സമയത്ത് ശക്തമായ തീരുമാനമെടുത്ത് തിരിച്ചടി കൊടുക്കുവാനുള്ള ആർജവം ഇന്ത്യയിലെ ഭരണാധികാരികൾക്കുണ്ട്, ഇന്ത്യയുടെ സൈനികർക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിരോധ രംഗത്ത് വന്ന മാറ്റം, മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ച് പ്രതിരോധ രംഗത്തെ ഉപകരണങ്ങൾ വാങ്ങിയിരുന്ന രാജ്യമായിരുന്നു ഭാരതമെങ്കിൽ ഇന്ന് സ്വന്തം രാജ്യത്ത് പ്രതിരോധ രംഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും അത്യന്താധുനികമായ ഉപകരണങ്ങൾ പോലും, യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുവാൻ പോലും കഴിയുന്ന തരത്തിലേക്ക് 10 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തെ മാറ്റിയെടുക്കുവാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു രാജ്യത്തിന്റെയും സാങ്കേതികവിദ്യ ആശ്രയിക്കേണ്ട കാര്യം ഇന്ന് ഇന്ത്യൻ സൈനികർക്ക്, ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇല്ല. അത്തരത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് വരുത്തിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കുവാൻ എടുത്തിട്ടുള്ള ധീരമായ തീരുമാനങ്ങൾ ഇന്ന് ഏത് ശത്രു രാജ്യവും നമ്മളെ ആക്രമിക്കാനൊന്ന് ആലോചിച്ചാൽ 100 വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ ആ തീരുമാനമെടുക്കൂ. അത്തരത്തിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഏറ്റവും കരുത്തുള്ള സൈനിക ശക്തിയുള്ള, അടിച്ചാൽ തിരിച്ചടിക്കുവാൻ മിനിറ്റുകൾ വൈകില്ല എന്ന വലിയ സന്ദേശം കൊടുക്കുവാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അടക്കമുള്ള സമ്പന്ന രാഷ്ട്രങ്ങൾ ഇന്ന് ഇത്തരം ചാരപ്രവർത്തനങ്ങൾ നടത്താൻ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ അതിർത്തിയിൽ പ്രശ്നമുണ്ടാക്കുവാൻ കഴിയാതെ പോകുന്നത്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും ധീരമായ നിലപാടുകളാണ്. രാഷ്ട്ര സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധമായ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ആക്രമിക്കുന്നവനെ പ്രത്യാക്രമണം നടത്തുവാനുള്ള സൈനിക ശേഷി ഇന്ന് ഇന്ത്യൻ സൈനികർക്കുണ്ട് എന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഒപ്പം ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും, അടിസ്ഥാന രംഗത്ത് വികസന പ്രവർത്തനങ്ങളായാലും ജനക്ഷേമ പദ്ധതികളെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കാർഗിൽ യുദ്ധത്തിന്റെ 25 വർഷം തികയുന്ന ഈ ദിവസം നമ്മുടെ രാജ്യത്താകമാനം വിജയ് ദിവസമായി ആഘോഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ സൈനികർക്ക് പുതിയ ആത്മവിശ്വാസവും ആത്മധൈര്യവും പകർന്നു കൊടുക്കുവാൻ ഭാരത ജനത നമ്മുടെ അതിർത്തി കാക്കുന്ന സൈനികരുമായി കടപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ആ ഓർമ്മ പുതുക്കുവാൻ കൂടി വേണ്ടിയാണ് കാർഗിൽ ദിനത്തിന്റെ 1/4 നൂറ്റാണ്ട് തികയുമ്പോൾ, 25 വർഷം തികയുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടി തന്നെ നടത്തുന്നത്. അവിടെ 527 സൈനികർക്കാണ് അന്ന് കാർഗിൽ യുദ്ധത്തില് വീരമൃത്യു വരിച്ചത്. മലയാളികളടക്കമുള്ള അവരുടെ ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യയുടെ അതിർത്തി കാക്കാൻ ആ വീരമൃത്യു പ്രാപിച്ച ആ സൈനികർ, അതുപോലെ തന്നെ ആക്രമണത്തിൽ പരിക്കേറ്റ സൈനികർ,
ഈ രാജ്യത്തിന് എല്ലാം വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ സൈനികർക്ക് മുന്നിൽ, അവരുടെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിന് മുന്നിൽ, അഭിനന്ദനാർഹമായ ആ പ്രവർത്തനത്തിന് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുഖ്യപ്രഭാഷണം നടത്തുവാൻ വേണ്ടി ആദരണീയനായിട്ടുള്ള ശ്രീ കെ എൻ ഡെന്നിസ് സാറിനെ ക്ഷണിച്ചുകൊള്ളു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൊല്ലം യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രണവ് താമരക്കുളം, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആദരണീയനായ ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ അധ്യക്ഷൻ ശ്രീ ഗോകുമാർ സർ, സംസ്ഥാന സെക്രട്ടറി യുവമോർച്ച ശ്രീ മനു പ്രസാദ്, ജില്ലാ സെക്രട്ടറി ജനറൽ സെക്രട്ടറിമാരായ ശ്രീ അഭിഷേക് ഗോപൻ, എന്റെ മുന്നിലിരിക്കുന്ന എല്ലാ യുവാക്കളെ, ഈ സംസാരം അല്ലെങ്കിൽ ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ നല്ല പല നാട്ടുകാർക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ ഇന്ന് വിജയ ദിവസിൽ കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച ആ 527 യോദ്ധാക്കൾ, അവരെ സല്യൂട്ട് ചെയ്തുകൊണ്ട്, അവരെ ഓർത്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ, ആ കുടുംബാംഗങ്ങളെയും സല്യൂട്ട് ചെയ്ത് ഓർത്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഇതുകൂടാതെ ഇപ്പോഴും നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാനും, ഇവിടുന്ന് കടന്നു പോകുന്ന വണ്ടികളും ബസ്സിലുമൊക്കെ ഇരുന്ന് ആളുകൾ പോകാനും വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് വേണ്ടി തരുന്ന, നമുക്ക് ഇപ്പോഴും കാവൽ നിൽക്കുന്ന, ഇപ്പോഴും സർവീസിലുള്ള എന്റെ എല്ലാ സർവീസ് യോദ്ധാക്കളെയും ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനു മുൻപ് പൂർവ്വ സൈനികരായിട്ടുള്ള എല്ലാവരെയും അവരെയും ഓർക്കണം. കാരണം ഈ ഓർമ്മ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് നമുക്ക് വളരെ ഷോർട്ട് മെമ്മറീസ് ആണ്, ചെറിയ ചെറിയ സമയത്തിൽ മാത്രം ഓർത്ത് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ വളരെയേറെ ഇമ്പോർട്ടന്റ് ആയി മാറുന്നത്. കാരണം ഈ ഓർമ്മകളിലൂടെയാണ് നമ്മുടെ രാഷ്ട്രം എന്താണെന്നും അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗം ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നതെന്ന് ആളുകളുടെ ഇടയ്ക്കും പ്രത്യേകിച്ച് യുവതലമുറയുടെ ഇടയ്ക്കും അത് അറിയുന്നത്. കാരണം ഇന്ന് കാർഗിലിന്റെ ആ യുദ്ധം നടന്നിട്ട് തന്നെ 25 വർഷമായി. അതായത് കാർഗിൽ യുദ്ധത്തിന് 99 ജനിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് ഇന്ന് 25 വർഷമായി. അപ്പൊ ആ 25 വർഷമുള്ള ആ കുട്ടി അവർ കേട്ട കഥകൾ മാത്രമേ ചിലപ്പോൾ ഓർമ്മ കാണത്തില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പം കണ്ട് നേരിട്ട് അറിവും ഒക്കെ ഉള്ളവർ കാണും. പക്ഷെ ആ ഒരു യുഗമാണ് അത് കാണുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ പരിപാടികൾ അങ്ങനെ ഒരു പ്രസക്തി കൂടെ ഉണ്ട്. നമ്മൾ ഈ കാർഗിൽ യുദ്ധത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കാർഗിൽ യുദ്ധം പോലുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. പാകിസ്ഥാൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്, അതെന്താണ് മറ്റ് രാജ്യങ്ങൾ തമ്മിൽ വ്യത്യാസം? ലോകത്ത് എങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു വ്യത്യാസം പാകിസ്ഥാൻ രാജ്യത്തിനുണ്ട്. കാരണം ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും ഒരു സേനയുണ്ട്, അവിടുത്തെ സേനയ്ക്ക് ഒരു രാജ്യമുണ്ട്. അതായത് പാകിസ്ഥാൻ സൈന്യമാണ് പാകിസ്ഥാൻ രാജ്യത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഭരിക്കുന്നതും കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതും. അത് ഇന്ന് തുടങ്ങിയതല്ല. 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയം തൊട്ടേ ഇതേ രീതിയാണ്. അപ്പൊ ഒരു സൈന്യം ഉണ്ടപ്പം അവർക്കൊരു ശത്രു വേണം. ആ ശത്രുവാണ് ഭാരതം. കാരണം ഒരു ശത്രു ഉണ്ടെങ്കിലേ ഈ സൈന്യത്തിന് പ്രസക്തിയുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ ഇത്രയും ബഡ്ജറ്റ്, നിങ്ങൾക്ക് എന്തിനാ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഒരു ശത്രു ഉണ്ടെങ്കിൽ അവർ കാണിക്കുന്നു, അതാണ് ശത്രു നമ്മുടെ. അതുകൊണ്ടാണ് നിങ്ങളെ കാൽക്കാൻ വേണ്ടി, നിങ്ങളെ സാധാരണക്കാരെ നോക്കാൻ വേണ്ടിയാണ് സാധാരണക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യം. അപ്പൊ അവിടെ പാകിസ്ഥാൻ സൈന്യം എല്ലാ രീതിയിലുള്ള സുഖ സൗകര്യങ്ങളും എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പാകിസ്ഥാൻ സൈന്യമാണ്. അതായത് ഒന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഇവിടുത്തെ സിവിൽ സർവീസസ് ആയാലും ശരി, പോലീസ് ആയാലും ശരി, ബിസിനസ്സുകാരായാലും ശരി, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് എങ്ങനെയാണ് ഭരിക്കുക, അത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയാലും ശരി, അവരെല്ലാം കൂടെ ചേർന്ന് വന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയാണ്. പിന്നെ സൈന്യം, ആ ശക്തിയാണ് പാകിസ്ഥാൻ സൈന്യം അവിടെ. അപ്പൊ അവർക്ക് എപ്പോഴും ഒരു ശത്രു വേണം, ആ ശത്രുവാണ് ഭാരതം. അപ്പൊ നിരന്തരമായിട്ട് അവരിങ്ങനെ
നമ്മൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊന്നും തുടങ്ങിയതല്ല. 47-ൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ആ സമയത്ത് കശ്മീരിനെ അവർ പിടിച്ചെടുക്കാൻ നോക്കിയതാണ്. ഒരു ചെറിയൊരു വ്യത്യാസത്തിന് മാത്രമാണ് ഇന്ന് കശ്മീർ രക്ഷപ്പെട്ടത്. ഊരിയിലൂടെ അവർ നേരെ ശ്രീനഗറിലേക്ക് പോകുന്ന വഴി അന്ന് അവിടുത്തെ റേഞ്ചേഴ്സ് ആയിരുന്നു വന്നത്. അന്ന് റേഞ്ചേഴ്സ് വന്ന് ബാരാമുള്ള വഴി ശ്രീനഗറിൽ വിട്ട് പോകുന്ന സമയത്ത് ശ്രീനഗറിൽ ഒരു ചർച്ചുണ്ട്, ബാരാമുള്ള ചർച്ച് ഇപ്പോഴും ഉണ്ട്. അവിടെ ഉള്ള സിസ്റ്റേഴ്സിനെയും അവിടെ ഉള്ള സ്റ്റാഫുകളെയും വളരെ ക്രൂരമായി മർദ്ദിച്ച് അവര് ആ സ്ത്രീകളെ അപമാനിച്ച് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരതയാണ് അവിടെ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് അവിടെ ബാരാമുള്ളയിൽ ഈ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനകത്തൊരു യുവാവ് ഉണ്ടായിരുന്നു, മക്ബൂൽ ഷെർവാനി. ആ മക്ബൂൽ ഷെർവാനി അടുത്ത് അവർ ചോദിച്ചു, ഈ ശ്രീനഗറിലോട്ട് പോകുന്ന വഴി ഏതാണ്? ആ മക്ബൂൽ ഷെർവാനി ആ വഴി തെറ്റിച്ച് ഗുൽമർഗിലോട്ടുള്ള വഴി കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ സൈന്യം, പാകിസ്ഥാൻ സൈന്യം, അതിനകത്തുള്ള റേഞ്ചേഴ്സും മറ്റ് കാലിബാദ് എന്നൊക്കെ പറയുന്ന ആളുകൾ അതിലൂടെ പോയി നേരെ ഗുൽമർഗിലോട്ട് പോയി. അപ്പൊ ആദ്യം ഒരു 1.5 ദിവസം അവർ ഈ ക്രൂരത കാണിക്കാൻ വേണ്ടി അവർ വേസ്റ്റ് ചെയ്തു ബാരാമുള്ളയിൽ. അതുപോലെ തന്നെ ഒരു ദിവസം അങ്ങോട്ട് ഗുൽമർഗിലേക്ക് പോയപ്പോഴത്തെ അവർക്ക് വീണ്ടും സമയം പോയി. ഈ സമയം കൊണ്ട് ഭാരതീയ സൈന്യർ അവിടെ ശ്രീനഗറിൽ ലാൻഡ് ചെയ്തു. എയർഫോഴ്സ് ആദ്യമായിട്ട് അവിടെ ലാൻഡ് ചെയ്ത് രാത്രി വരെ അവിടെ ലാൻഡ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലാതെ അവിടെ ലാൻഡ് ചെയ്ത് ഭാരതീയ സൈന്യം അവിടെ ലാൻഡ് ചെയ്തു. തിരിച്ചു വന്നു അവർ മക്ബൂൽ ഷെർവാനിയെ കണ്ടുപിടിച്ചു. ഒരു റോഡിൽ വെച്ച് അദ്ദേഹത്തിനെ തൂക്കിക്കൊന്നു. എന്നിട്ടാണ് അവർ ശ്രീനഗറിലേക്ക് പോയത്. അപ്പോഴത്തേക്ക് സൈന്യം ഓൾറെഡി വന്നിരുന്നു. അപ്പൊ ഈ 2 സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കശ്മീർ നമ്മളെ ഭാഗമായിരിക്കത്തില്ലായിരുന്നു. ഒന്ന്, ബാരാമുള്ളയിലും മറ്റു സ്ഥലത്തും ക്രൂരമായിട്ടുള്ള ആ രീതിയിൽ പാകിസ്ഥാൻ സൈന്യം ചെയ്തില്ലായിരുന്നെങ്കിലും, രണ്ടാമത് മക്ബൂൽ ഷെർവാനി എന്ന് പറഞ്ഞ ആ യുവാവ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് കശ്മീർ നമ്മുടെ ഭാഗത്ത് നിൽക്കത്തില്ലായിരുന്നു, നമ്മൾ നഷ്ടപ്പെട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് തൊട്ടേ അവർ ഏത് രീതിയിലും കശ്മീർ അവരെ കയ്യിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അവരുടെ തോന്നലുണ്ട് പണ്ട് പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാന്റെ ഒരു ഒരാള് ഭാരതത്തിന്റെ 10 പേർക്ക് ഈക്വൽ ആണെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അത് നമുക്കറിയാം. ക്രിക്കറ്റ് ടീമിലായാലും ശരി, ക്രിക്കറ്റ് കളിക്കുന്നാലും ശരി, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതായാലും ശരി, അവരുടെ വിചാരമുണ്ട് ഒരാള് അവരുടെ 10 പേർക്ക് നമ്മുടെ ഭാരതത്തിന്റെ 10 പേർക്ക് തുല്യമാണ്. പക്ഷെ അവർക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യമുണ്ട്. അവർ എപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നോ അവർക്ക് അപ്പോഴൊക്കെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. 1965-ലും ഇതേപോലെ ലാൽ ബഹാദൂർ ശാസ്ത്രി, കൊച്ചൊരു മനുഷ്യൻ, അവർക്ക് തോന്നലുണ്ടായിരുന്നു ഈ കൊച്ചു മനുഷ്യനൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. അങ്ങനെ 1965 വീണ്ടും ഇതേപോലത്തെ ഒരു ശ്രമം നടത്തി. അവിടെയും പരാജയപ്പെട്ടു. ആ കൊച്ചു മനുഷ്യന് പക്ഷെ വലിയൊരു ശക്തി ഉണ്ടായിരുന്നു, ഒരു കരുത്തുണ്ടായിരുന്നു. ഗ്രാമത്തിൽ വളർന്ന ആ ഒരു കൊച്ചു ലാൽ ബഹാദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി ആയപ്പോഴും ആ കരുത്തുണ്ടായിരുന്നു. തിരിച്ചടി കൊടുത്തു, അപ്പോഴും തിരിച്ചടി കിട്ടി. പിന്നീട് അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഭാരതം അവർക്കൊരു തിരിച്ചടി കൊടുത്തത് 1971-ലാണ്. പാകിസ്ഥാൻ എന്നുള്ള രാജ്യം 2ആക്കി മാറ്റി. ആ അപമാനം അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത രീതിയാണ്. 93,000 സൈനികരാണ് അവരുടെ തൊപ്പിയും ബെൽറ്റും തോക്കും താഴെ വെച്ച് സറണ്ടർ ആയത്. ലോകത്തെങ്ങും നടക്കാത്ത കാര്യമാണ്. അത് ഏറ്റവും വലിയ ഒരു അപമാനമാണ് ഒരു സൈനികനെ സംബന്ധിച്ചോളം. അന്ന് അവരിൽ പലരും മനസ്സുകൊണ്ട് കുറിച്ചിട്ടും ഞങ്ങൾ ഇതിനുള്ള പകരം വീട്ടും, എന്നെങ്കിലും അത് വീട്ടും എന്നുള്ള ഒരു മനസ്സിനകത്ത് വീണ്ടും പക കയറി അവർ. അങ്ങനെയാണ് ഈ പ്ലാനിംഗ് ഒക്കെ. അന്ന് കൊച്ചു ലെഫ്റ്റനന്റ് അല്ലെങ്കിൽ ചെറിയൊരു ഓഫീസറായിരുന്നു ലെഫ്റ്റനന്റ് പർവേസ് മുഷറഫ്. അപ്പൊ ഈ അപമാനം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അത് അവരുടെ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ഇതിനിടയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൈയായിട്ടാണ് ലാഹോറിൽ പോയത്. അതേ സമയത്താണ് പർവേസ് മുഷറഫ് കാർഗിൽ എന്നുള്ള ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് അവർ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും പ്ലാൻ ചെയ്തല്ല. പല പ്രാവശ്യം അതിനെ പ്ലാൻ ചെയ്ത് പല പ്രധാനമന്ത്രിമാരെടുത്ത് അത് അവതരിപ്പിച്ചു. പക്ഷെ അവർക്കൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു വിട്ടു. ഇവിടെയും നവാസ് ഷെരീഫ് പിന്നീട് പറഞ്ഞു എനിക്കത് ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം പർവേസ് മുഷറഫിന്റെ പ്ലാൻ ആയിരുന്നു ഈ വിന്റേഴ്സ് വരുമ്പോൾ 2 സൈന്യവും അവിടുന്ന് മാറാറുണ്ട്. ആ ഒരു സമയത്ത് അവിടെ നുഴഞ്ഞു കയറ്റി വന്ന് ഒരു 100 കിലോമീറ്ററിന്റെ ഒരു സ്ട്രെച്ച് നാഷണൽ ഹൈവേ 1 ആൽഫ ശ്രീനഗറിൽ നിന്ന് നേരെ ലേയിലേക്ക് പോകുന്ന ആ റോഡിന്റെ ഡോമിനേറ്റ് ചെയ്യുന്ന ആ മലയിൽ വന്ന് അവർ പിടിച്ച് അവിടെ നിൽക്കുന്നു. അതിന്റെ ഒരു ലക്ഷ്യം ആ റോഡ് കട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ലഡാക്ക് കട്ട് ഓഫ് ആവും, കംപ്ലീറ്റ് സിയാച്ചിൻ ഗ്ലേഷ്യറും കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ ഒരു കാൽക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ വളരെ വയലന്റ് ആയിട്ട് പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എല്ലാം വരും, അവിടെ ഒരു സീസ് ഫയർ ആവും. അപ്പൊ ലഡാക്ക് നിങ്ങൾ പിടിച്ച ആളുടെ കയ്യിൽ തന്നെ ഇരിക്കും, സിയാച്ചിന് ഭാരതം വിട്ടുകൊടുക്കേണ്ടി വരും. അതായിരുന്നു ഇതിന്റെ ഒരു തന്ത്രം അവരുടെ ബാക്കിൽ.
പക്ഷെ എന്ത് വെച്ചാൽ ദൈവം ചിലപ്പം പല രീതിയിലാണ് അവിടെയൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആ വർഷം മെയ് മാസത്തിൽ തന്നെ സോജില പാസ് പെട്ടെന്ന് തുറന്നു. പെട്ടെന്ന് സൈനികർക്ക് എത്താൻ പറ്റി. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ആക്ഷനിലേക്ക് നീങ്ങാൻ പറ്റി. പിന്നീട് അവിടെ കണ്ടത് ലോകം പോലും മുൻപ് ഇന്ന് കാണാത്ത രീതിയിലുള്ള ഒരു യുദ്ധമായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ യുദ്ധം കഴിഞ്ഞ് നമ്മുടെ വിദേശ രാജ്യങ്ങളിലെ ഡിഫൻസ് അറ്റാഷെ ആയിട്ട് കാർഗിൽ കാണാൻ വേണ്ടി ആളുകൾ പോയി. വിദേശത്തുള്ളവർ, സൈനികർ. അവരവിടെ ചെന്ന് ഈ മലകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്തായിരിക്കണം, നിങ്ങൾ ഈ മലകളിൽ ഇങ്ങനത്തെ ഓപ്പറേഷൻ ചെയ്യാനില്ല. ഞങ്ങളായിരുന്നെങ്കിൽ ഒരിക്കലും ചെയ്യത്തില്ല. ഞങ്ങളായിരുന്നെങ്കിൽ അതിനൊരു ന്യൂക്ലിയർ ബോംബ് ഇട്ട് തകർക്കുക മാത്രമേ ചെയ്തു. അത് സാധ്യമല്ല എന്നുള്ള രീതിയിലാണ്. ആ സാധ്യമില്ല എന്നുള്ള ആ ഒരു പ്രദേശത്താണ് ഭാരതീയ സൈന്യം 527 വീരയോദ്ധാക്കൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി അവിടെ അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സാക്രിഫൈസ് ചെയ്തു. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. 16,000 17,000 അടി മുകളിൽ ഒരു കാല് മുകളിലോട്ട് വെച്ചിട്ട് 2 കാല് ബാക്കിലോട്ട് പോകുന്ന കാര്യമാണ്. അവിടുന്ന് മുകളിൽ ഇരുന്ന ഒരാൾ കല്ലെടുത്തെറിഞ്ഞാൽ തന്നെ മുകളിലോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. വേറെ യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും ഇല്ല. പക്ഷെ എന്നിരുന്നാലും മുകളിലോട്ട് ഓരോ ഇഞ്ച് വെച്ച് കയറിക്കൊണ്ടിരുന്നു. സ്വന്തം ജീവൻ പോകുമെന്നറിയാതെ തന്നെ പോകും. അവർ മുകളിലോട്ട് പോയി. എനിക്ക് ഓർമ്മ വരുന്ന എന്റെ തൊട്ട് സീനിയർ ആയിട്ടുള്ള ലഫ്റ്റനന്റ് സൗരഭ് കാലിയ. അദ്ദേഹത്തിന്റെ നമ്പർ, ഞങ്ങളെല്ലാ ഓഫീസേഴ്സിനും ഒരു നമ്പറുണ്ട്, IC നമ്പർ, ഇന്ത്യൻ കമ്മീഷൻ നമ്പർ. അദ്ദേഹത്തിന്റെ 58552 ആയിരുന്നു. എന്റേത് 58813 ആണ്. ഏകദേശം 291 നമ്പർ മാത്രമേ ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുള്ളൂ. ആ ലഫ്റ്റനന്റ് സൗരഭ് കാലിയ എന്നുള്ള 21 വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ പെട്രോളുമായിട്ട് മേളിൽ ചെന്നപ്പോൾ, ആദ്യം ചെന്നപ്പോൾ പാകിസ്ഥാൻ സൈന്യം അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അറിയുന്നില്ല സൗരഭ് കാലിയ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന്. അദ്ദേഹത്തിനെ പിടിക്കുകയും അദ്ദേഹത്തിനെ വളരെ ക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പൊഴുതെടുത്ത് അദ്ദേഹത്തിന്റെ ഓരോ ബോൺസും ഒടിച്ച്, അതായത് സിഗരറ്റ് മാസ്ക് വെച്ച് അതിനെ ബേൺ ചെയ്യിപ്പിച്ച് അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത രീതിയിൽ കൊന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ചെയ്തത്. നാലഞ്ചൊക്കെ അത്രമാത്രം വൈരാഗ്യ ബുദ്ധിയോടാണ് അവർ. സാധാരണ രീതിയിലുള്ള സൈനികർ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ അവരത് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് ഭാരതത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു കൗണ്ടർ റിയാക്ഷൻ കണ്ടു. നമ്മളെല്ലാം ഉപയോഗിച്ചു. എയർഫോഴ്സ് ഉപയോഗിച്ചു, നേവി ഉപയോഗിച്ചു, ബാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബോഫോഴ്സ് ഗൺസ്, നേരിട്ടുള്ള ഫയറിംഗ് മോഡിൽ എല്ലാം ഉപയോഗിച്ചു. പാകിസ്ഥാൻ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു രീതിയിലേക്ക് നമ്മൾ മാറുന്നു. നമ്മളെ എയർഫോഴ്സ് ഉപയോഗിച്ച് ബാക്കിലുള്ള എല്ലാ ലോജിസ്റ്റിക്സും ബോംബ് ചെയ്തു. ഒരിക്കലും വിചാരിച്ചില്ല അവർ പാകിസ്ഥാനെ നമ്മളെ എയർഫോഴ്സ് യൂസ് ചെയ്യുന്നു. എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതെല്ലാം യൂസ് ചെയ്ത് അവിടുത്തെ ആ മലകൾ, നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമായിരുന്നു. ടൈഗർ ഹിൽ, സോളോലിംഗ്, ഈ ഹൈറ്റ്സ് ഒക്കെ പേരുകൾ മാത്രമല്ല, അവിടെ ഓരോ ഹിസ്റ്ററി ഉണ്ട്, ഓരോ യോദ്ധാക്കളുടെ ഹിസ്റ്ററി ഉണ്ട്. ആ യോദ്ധാക്കളുടെ ഹിസ്റ്ററി, അവരുടെ വാക്കുകൾ കേൾക്കുമ്പോഴും അവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് കേൾക്കുമ്പോഴും ഓരോ യുവാക്കൾക്കും നമ്മുടെ ചോര തിളയ്ക്കും. ക്യാപ്റ്റൻ വിക്രം ബത്ര നമുക്ക് എല്ലാവർക്കും അറിയാം. യതിൽ മാംഗെ മോർ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാൾ യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് വീണ്ടും നിങ്ങളുടെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ യതിൽ മാംഗെ മോർ, എന്റെ മനസ്സ് ഇനിയും ആവശ്യപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. ആലോചിച്ചു. ലഫ്റ്റനന്റ് പാണ്ഡെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ജോയിൻ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ മനസ്സിന്റെ ആഗ്രഹം എന്താണെന്ന്, എനിക്കൊരു പരംവീർ ചക്ര കിട്ടണമെന്നാണ് അദ്ദേഹം ട്രെയിനിങ് സമയത്ത് ചോദിച്ചിട്ടുള്ളത്. അങ്ങനത്തെ യോദ്ധാക്കളാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. ആ സൈനികരുടെ തലത്തിലാണ് നമ്മൾ ആ ഏരിയയിൽ നിന്നുള്ള എല്ലാ ഈ നുഴഞ്ഞ കാറ്റുകാരെയും തിരിച്ചോടിച്ചത്. പക്ഷെ അതിന് നമുക്കൊരു വില കൊടുക്കേണ്ടി വന്നു, തീർച്ചയായിട്ടും. പക്ഷെ ആ വില ഇന്നും നമ്മുടെ നാട് മറക്കരുതെന്നുള്ള ഒരു അപേക്ഷയാണ് എന്റെ ഉള്ളത്. കാരണം 25 വർഷം കഴിയുമ്പോൾ നമ്മളെല്ലാം മറക്കാനുള്ള സാധ്യതയുണ്ട്. ചിലവരത് മറന്നുപോകും. സൈനികർ എന്താണെന്നും സൈന്യം ചെയ്യുന്ന എന്താണെന്നും മനസ്സിലാവണമെങ്കിൽ ഈ യുദ്ധം വന്നാൽ മാത്രം അല്ലാത്ത സമയത്ത് നമുക്കറിയാം. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു, എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. മുംബൈ അറ്റാക്സിൽ അദ്ദേഹത്തിന്റെ ജീവൻ അവിടെ ആ ഓപ്പറേഷനിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം യുദ്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ നാട് ഏത് നിമിഷവും എപ്പോഴും എന്തെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്കോ മറ്റു കാര്യങ്ങളോ നടക്കാൻ സാധ്യതയുള്ള ഒരു രീതിയിലേക്ക് മാറി. ഇന്ത്യ മാത്രമല്ല, എല്ലാ രാജ്യത്തും അങ്ങനത്തെ ഒരു വിശേഷമുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് യൂണിഫോം എന്ന് പറയുമ്പോൾ വെറും സൈനികർ മാത്രമല്ല, പോലീസിന് എനിക്ക് അവരോടുള്ള റെസ്പെക്ട്. കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അതിർത്തിയിൽ സൈനികരില്ലെങ്കിൽ നമുക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് പോലീസ് ഇല്ലെങ്കിൽ, നിങ്ങൾ ആലോചിക്കുക, ഒരു മിനിറ്റ് ഒരു പോലീസ് ഇല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചു. അപ്പം
നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവരെ കുറിച്ച് അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു റെസ്പെക്ട് കൊടുക്കുക. അവർ വേറൊന്നും ആവശ്യമില്ല. ഇത് ഇന്നത്തെ അവസ്ഥ വെച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ അതുകൂടെ പറയാൻ വേണ്ടിയാണ് കാർഗിൽ ദിവസത്തിൽ നമ്മൾ സൈനികരെ ഓർക്കുമ്പോൾ ഒരു സൈനികൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഡിമാൻഡ്സ് ഒന്നുമില്ല, ഒരു ഡിമാൻഡും ഇല്ല. ഒരു കഴിക്കാൻ ഒരു ഫുഡ് കിട്ടി, കിടക്കാൻ ഒരു സ്ഥലം കിട്ടി എന്ന് പറഞ്ഞ് വളരെ സൈനിക ഭാഷ പറഞ്ഞാൽ ഖുഷ് എന്നുള്ള പറയുന്ന രീതിയിലുള്ള ആളുകളാണ്. വളരെ സിമ്പിൾ റിക്വയർമെന്റ്സ് ആണ്. അവർക്ക് ആവശ്യം ഒരു റെസ്പെക്ട് ആണ്. നിങ്ങളൊരു സൈനികനാണ് എന്നുള്ള ഒരു റെസ്പെക്ട് അവർക്ക് കൊടുക്കുക. പലപ്പോഴും അത് കിട്ടാറില്ല എന്ന് ഞാൻ അത് പറയുന്നത് എനിക്കൊരു ഒരു എന്താ പറയാ, അതിന് 2 പ്രാവശ്യം എനിക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മൾ അവരെ മറക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയുന്ന കുഴപ്പമൊന്നുമില്ല, വിമർശിക്കാം, ഒരു പ്രശ്നമില്ല. സൈന്യത്തിനെ വിമർശിക്കാമെന്ന് ആരും പറഞ്ഞു, സൈനികരെ വിമർശിക്കാം. പക്ഷേ ആവശ്യമില്ലാതെ സൈനികരെയും കൂടെ ഏതെങ്കിലും ഒരു വിവാദത്തിലേക്ക് വലിച്ചഴിക്കുക, അതൊന്നും നമ്മുടെ ഭാരതത്തിൽ നമുക്ക് നല്ലതല്ല എന്നാണ് എനിക്ക് ഇപ്പൊ പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കി, സൈനികരുണ്ടെങ്കിൽ മാത്രമേ നമ്മളിവിടെ ഉള്ളത്. 2ാമത്തെ 3ാമത്തെ പ്രാവശ്യം പറയുന്നത്. അതിന്റെ ഉദാഹരണം എന്ന് വെച്ചാൽ ഇന്ന് 25 വർഷം കഴിയുമ്പോൾ പാകിസ്ഥാൻ എന്നുള്ള ആ സ്റ്റേറ്റ് എന്താണ്, നമ്മൾ എവിടെ എത്തി എന്ന് നോക്കുക. ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവരുടെ എക്കണോമി കംപ്ലീറ്റ് ആയിട്ട് തകർന്നിരിക്കുകയാണ്, അവരുടെ പൊളിറ്റിക്കൽ കംപ്ലീറ്റ് ആയിട്ട് തകർന്നിരിക്കുകയാണ്, അവിടെ ഡിപ്ലോമസി കംപ്ലീറ്റ് ആയിട്ട് തകർന്നു. പക്ഷെ ഭാരതം ഇന്ന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു എക്കോണമി, ഏറ്റവും ശക്തമായിട്ട് മാറുന്ന ഒരു രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെപ്പോഴും പറയുന്നത് വെച്ചാൽ ഒരു ഡെവലപ്മെന്റും വേണം, സെക്യൂരിറ്റി, രണ്ടും കൂടെ വേണം. അപ്പം സൈനികരുണ്ടെങ്കിലേ ഡെവലപ്മെന്റ് നടക്കത്തുള്ളൂ, ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലേ സൈനിക ശക്തരാകത്തുള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടെ ഉള്ള ഒരു ബാലൻസ് ആയിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ യുവാക്കളെടുത്ത് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചരിത്രത്തെ കുറിച്ച് പഠിക്കണം. ലഫ്റ്റനന്റ് മനോജ് പാണ്ഡെ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്യാപ്റ്റൻ വിക്രം ബത്ര ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം അവര് നമുക്ക് വേണ്ടിയാണ് അവരുടെ എല്ലാം എന്ന് വെച്ചാൽ എല്ലാം, അതായത് അവരുടെ സ്വന്തം ജീവൻ പോലും കൊടുത്തിട്ട് പോയിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഒരു ത്യാഗവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവരെ ഓർക്കുക. അവരെന്തിനു വേണ്ടിയാണ് പോയത്, അതിനു വേണ്ടി ചെയ്യണമെങ്കിൽ നിങ്ങൾ നല്ല